അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. അങ്ങനെയുള്ളതിൽ ഏറ്റവും അധികം എന്നോട് വലിയ ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നതാണ്. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ലാന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവർ സാധാരണ നിലവിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു? ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ അതൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിയുന്നത്? അവർ സൃഷ്ടിക്കുകയല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ചതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും? ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം അതിൽ കാണിച്ചിട്ടില്ല. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിനും വീണയുടെ ഭാഗത്തുനിന്ന് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിൻ്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്. അല്ലാത്തതുകൊണ്ടല്ലേ, അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുവോടും മലയാള മനോരമയോടും നമുക്ക് പറയാം. അപ്പോൾ ബാക്കി നമുക്ക് പിന്നീടാകാം. ബാക്കി ഇനിയാണോ വെക്കട്ടെ? അതിന് നിങ്ങൾ നല്ല നിലപാടാണ് എടുത്തത്. മാധ്യമങ്ങൾ പൊതുവിൽ നല്ല നിലപാടെടുത്തു, നല്ല നിലക്ക് അത് തുറന്നു കാണിച്ചു. വളരെ നന്ദി. നേരത്തെ പറഞ്ഞതിന് കൂടെ ഇതുകൂടി അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും അംഗവും LDF-ലെ ഉപനേതാവ് സംബന്ധിച്ചുള്ള ചർച്ച അവസാനിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും LDF എന്ന രീതിയിൽ ഒന്നിച്ചു പോകാനോ വിഷയങ്ങൾ ഏറ്റെടുക്കാനോ കഴിയുന്നില്ല. CPIക്ക് അത് ബോധ്യപ്പെടുന്നില്ല എന്നുണ്ടോ? ഇപ്പോഴും LDF ഒന്നിച്ചു പോകുന്നതിനൊന്നും വിഷമമില്ല കേട്ടോ. LDF കഴിഞ്ഞ ദിവസം ആലോചിച്ചു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, അതിനൊന്നും ഒരു പ്രയാസമില്ല. ഇത് LDF-ന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അതൊക്കെ ബോധ്യപ്പെടും. ഒരു പ്രശ്നം ബാക്കി പിന്നെ പറയും. കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കുന്നത്. നേതാവിന്റെ പേരാണോ CPM-ന്റെ നേതാവിന്റെ പേരാണോ ഈ കത്തിൽ കൊടുക്കുക?
അതിലൊരു സംശയമില്ല, CPM നേതാവിൻ്റെ പേരായിരിക്കും. ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. പൊതുവിതരണ ശൃംഖല വഴിയും സഹകരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തി വിപണിയിൽ കാര്യക്ഷമമായി ഇടപെട്ട് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലക്ക് വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതിലില്ലാതെ ഓണം ആഘോഷിക്കാൻ സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ച് വഴിയൊരുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 3 മാസം കൊണ്ട് ധനസ്ഥിതി മാറ്റി കാണിച്ചു തരും എന്നായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി നൽകിയിരുന്ന അവകാശവാദം. ഇപ്പോൾ എന്താണ് സ്ഥിതി? 2026-27 വർഷം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ 9 മാസത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി 32,484 കോടി രൂപയാണ്. ആദ്യത്തെ 9 മാസം. അപ്പോൾ 3 മാസമാണ് ഇപ്പോൾ പിന്നിട്ടത്. 32,484 കോടിയിൽ 30,462 കോടി രൂപയും ഈ 3 മാസത്തിനുള്ളിൽ എടുത്തു കഴിയും. ശരാശരി പ്രതിമാസം 3,000 കോടി രൂപയുടെ മുകളിലാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മാസങ്ങൾ അവശേഷിക്കുന്ന വായ്പാ പരിധി 2022 കോടി രൂപ മാത്രമാണ്. ഇത് സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കുമെന്ന് സർക്കാർ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പഴയ കാര്യങ്ങളൊന്ന് ചെറുങ്ങനെ ഓർമ്മിച്ചാൽ LDF സർക്കാരിനെതിരെ വലിയ തോതിൽ കടം വാങ്ങുന്നതിനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കുന്നു എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ സർക്കാരും മുഖ്യമന്ത്രിയും കാണിക്കേണ്ടതായിരുന്നു. അപ്പോൾ കടം വർദ്ധിക്കുന്നതിന് കാരണമായിട്ട് UDF ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും ആരോപിച്ചിരുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തുമാണ് കടം വാങ്ങുന്നതിനിടയാക്കുന്നത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ കടം ഇങ്ങനെ സ്വീകരിച്ചത് അതേ കാരണങ്ങൾ കൊണ്ടാണ്. അതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് നന്നായിരിക്കും. ഇവിടെ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ GDP വളർച്ചയ്ക്കനുസരിച്ചാണ്. ഇത് സാധാരണ നിലക്കുള്ള സാമ്പത്തിക മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനപ്പുറമുള്ള കടമെടുത്താൽ അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. നമ്മുടെ കേരളത്തിൽ കൃത്യമായ ധനമാനേജ്മെൻറ്റിലൂടെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചും മറ്റുമാണ് കഴിഞ്ഞ 10 വർഷം
LDF സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ അക്കാലത്ത് സംസ്ഥാനം നേടിയ സാമ്പത്തിക വളർച്ച, വികസനം ഇതൊന്നും കാണാതെ കടത്തിൻ്റെ മാത്രം കണക്ക് പറഞ്ഞ് അധിക്ഷേപിക്കാനാണ് UDF ശ്രമിച്ചത്. ഇപ്പോൾ അന്നത്തെ ആരോപണങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ അനുഭവത്തിൽ പറയാനുള്ളത്? ഇവിടെ ഖജനാവ് നടക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നൊരു വാചകം, പൂമ്പാറ്റ പൂവറിയാതെ തേൻ ഉറ്റുന്നത് പോലെ ഖജനാവ് നടക്കും എന്നായിരുന്നു. പക്ഷേ കടമെടുപ്പ് പരിധി തന്നെ കടന്നു പോകും. അപ്പോൾ പൂവുമില്ല, പൂമ്പാറ്റയില്ല, തേനുമില്ല. കടം മാത്രമാണ് പുതിയ സർക്കാരിൻ്റെ ഖജനാവിൽ എന്നതാണ് ഉണ്ടായിട്ടുള്ള വസ്തുത. കഴിഞ്ഞ 10 വർഷക്കാലത്ത് ക്ഷേമ വികസന പദ്ധതികളോ ശമ്പളമോ കമ്പോള ഇടപെടലോ ഒന്നും തടസ്സപ്പെട്ടിരുന്നില്ല. അധികാരമൊഴിയുമ്പോൾ ഖാലി ഖജനാവല്ല, 6000 കോടി രൂപ മിച്ചമുള്ള ഖജനാവാണ് LDF ഏൽപ്പിച്ചത്. ഇപ്പോൾ ആദ്യ 3 മാസങ്ങളെടുത്താൽ അപ്പം തന്നെ 33,311 കോടി രൂപയുടെ റവന്യൂ വരുമാനം ഖജനാവിലെത്തിയിരുന്നു. ഇതിൽ 28,060 കോടി രൂപയും നികുതി വരുമാനമാണ്. അപ്പോൾ LDF സർക്കാർ GST വകുപ്പിൽ നടത്തിയ ഘടനാപരമായ മാറ്റങ്ങൾ, അതേപോലെ തന്നെ നികുതി ചോർച്ച തടയുന്നതിന് IT അധിഷ്ഠിതമായി സ്വീകരിച്ച കർശന നടപടികൾ, ഇതൊക്കെയാണ് വരുമാന വർധനവിന് ഇടയാക്കിയത്. ഇത്തരം അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തി വരുമാനം വർദ്ധിപ്പിക്കുകയും അതനുസരിച്ച് ചെലവുകൾ നിർവഹിക്കുകയും ചെയ്യുന്നതിൽ UDF സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് അനുഭവം. പൂർണ്ണമായും കടമെടുപ്പിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് സാമ്പത്തികമായി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനാണ് ഇടയാക്കിയത്. മറ്റൊരു പ്രശ്നം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അടിസ്ഥാന സൗകര്യങ്ങളും പഠന സംവിധാനങ്ങളും മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. അവിടുത്തെ തിയേറ്റർ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പ്രവർത്തനരഹിതമായ സ്റ്റേജ് ലൈറ്റുകൾക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് പ്രതീകാത്മകമായ നാടകാവതരണം നടത്തി. പക്ഷേ അതിനെ വൈസ് ചാൻസലർ സിസ തോമസിൻ്റെ ശവസംസ്കാരമാണ് വിദ്യാർത്ഥികൾ നടത്തിയത് എന്ന തരത്തിലുള്ള നുണ പ്രചരിപ്പിച്ച് വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കൊടുക്കുക. ഈ വ്യാജ പ്രചരണം വൈസ് ചാൻസലർ അടക്കം നടത്തിയതെന്താണ് ഗൗരവമായ വസ്തുത. വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്തു എന്ന വ്യാജ പരാതിയും നൽകി. ഇതിനൊപ്പമാണ് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയെ
നേരിട്ട് വിളിച്ചു വരുത്തി. ഇതിൻ്റെ തിരക്കഥക്കനുസൃതമായി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കണമെന്ന് കൽപ്പിക്കുന്നത്. തൊട്ടുപുറകെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും സമാനമായ ഇടപെടലുകൾ നടത്തി. മാധ്യമങ്ങളിലൂടെ അത് നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ജന്തർ മന്ദറിലെ ശ്രദ്ധേയമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ കാട്ടിയ അതേ അമിതാവേശം ഇവിടെ ഗവർണറും വൈസ് ചാൻസലറും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ കാണിക്കുകയാണ്. അവിടെ അവതരിപ്പിച്ച തെരുവ് നാടകത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ചില ദൃശ്യമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതോടെ കള്ളി വെളിച്ചത്തായി. അപ്പോൾ ജനങ്ങളെ സത്യാവസ്ഥ ബോധ്യമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അത്തരം നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങളെ അഭിനന്ദിക്കട്ടെ. ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ പെരുന്നുണകൾ പ്രചരിപ്പിക്കുന്ന കാലത്ത് ചില മാധ്യമങ്ങളെങ്കിലും തങ്ങളുടെ ധർമ്മം യഥാർത്ഥ രീതിയിൽ നിർവഹിക്കുന്നു എന്നത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണ്. അതോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ് പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തിയ ഗവർണറുടെ നടപടി. ഇത് ഒറ്റപ്പെട്ടതല്ല. ഇവിടെ ഞാൻ അറിഞ്ഞ കാര്യം ഇന്നലെ PSCയുടെ സെക്രട്ടറിയെയും ഗവർണർ വിളിച്ചു വരുത്തിയെന്നാണ്. ഭരണഘടന ഫെഡറൽ തത്വങ്ങൾക്കെതിരായ നടപടികളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ ഗൗരവപൂർണമായ നടപടിയോ പ്രതികരണമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഗവർണർ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുന്നത് ആദ്യമല്ല, മുൻ ഗവൺമെൻറ് കാലത്തും വിളിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഒടുക്കൻ മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുൻകാലങ്ങളിൽ ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിച്ച ഘട്ടങ്ങളിലെല്ലാം അന്നത്തെ ഗവൺമെൻറ് വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിന്മേലുള്ള ഗവർണറുടെ ഇടപെടലിനെ ഫലപ്രദമായി ചെറുക്കുന്ന നിലപാട് LDF സർക്കാർ സ്വീകരിച്ചിരുന്നു. അതിനെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന രീതിയിൽ തെറ്റായി ചിത്രീകരിക്കാൻ ഇവിടെ ശ്രമമുണ്ടായിരുന്നു. പക്ഷേ LDF സർക്കാരിൻ്റെ കാലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇതിലൊന്നിലും കാണിച്ചിരുന്നില്ല എന്നത് നാടിന് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ 3 മാസമായി പുതിയ സർക്കാർ. ഈ 3 മാസക്കാലത്തെ അനുഭവം തുടർച്ചയായി സംഘപരിവാർ വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായ ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ
ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നത് ഗൗരവത്തോടെ കാണാത്ത സമീപനത്തെ കാണാൻ പറ്റും. ഇവിടെ ഗവർണർ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്താൽ അതൊരു സന്ദേശമായി മാറും. ആ സന്ദേശം നൽകാൻ സർക്കാർ സന്നദ്ധമാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഗവർണർക്കത് പ്രോത്സാഹനമായിട്ട് വരും. അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്താൻ ഗവർണർ തയ്യാറാകുന്നത്. ഇപ്പോൾ സർവകലാശാലകളിൽ സംഘപരിവാർ കടന്നുകയറ്റത്തിന് ഇപ്പോൾ എല്ലാവിധ അനുമതിയും നൽകുകയാണ്. യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ എന്ന നിലയിൽ തന്നിഷ്ടപ്രകാരം VC-മാരെ നിയമിക്കും. ഇങ്ങനെ നിയമിച്ച VC-മാർ RSSന്റെ പരിപാടികളിൽ പരസ്യമായി പങ്കെടുക്കും. ജൻസി സമരത്തിനെതിരായ സംഘപരിവാരത്തിൻ്റെ അവജ്ഞ വിദ്യാർത്ഥികളെ മുന്നിലിരുത്തി പാറ്റ പരാമർശത്തിലൂടെ ഒരു VC ആവർത്തിക്കും. പക്ഷേ ആശാവഹമായൊരു കാര്യം, മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളി എന്നതാണ്. ഇപ്പോൾ ഡൽഹി ജന്തർ മന്തർ സമരത്തിൻ്റെ നായകരിൽ ഒരാളും വിദ്യാർത്ഥി സംഘടനാ നേതാവുമായ ഐഷി ഘോഷിന് സർവകലാശാല ക്യാമ്പസുകളിൽ വിലക്ക് കൽപ്പിക്കുന്ന വിചിത്രമായ അനുഭവമുണ്ടാകും. VC-മാർക്ക് RSS പരിപാടികളിൽ പങ്കെടുക്കാം, പക്ഷേ വിദ്യാർത്ഥി നേതാക്കൾക്ക് ക്യാമ്പസിൽ പ്രവേശിച്ചുകൂടാ എന്ന നിലപാട് എന്തൊരു വിരോധാഭാസമാണ്. UDF സർക്കാർ ഇക്കാര്യത്തിൽ കുറ്റകരമായ മൗനം പാലിക്കുന്നു. മതേതര കേരളം ഉണർന്നു പ്രതികരിക്കേണ്ട വിഷയമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. ഇത് PSCയുടെ സെക്രട്ടറി വിളിച്ചെടുക്കുന്നു, അതുപോലെ DGP വിളിച്ചിട്ടുണ്ട്. DGP നേരത്തെ വിളിച്ചെടുത്തു. PSC അമിതാധികാര പ്രയോഗം ഗവർണറുടെ ഭാഗത്ത് തീർച്ചയായും മിതാധികാര പ്രയോഗം ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുക. ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുമ്പോൾ അധികാരമുള്ളവർ, അതിന് ബാധ്യതപ്പെട്ടവർ ഇടപെട്ട് സംസാരിക്കണം. അത് ശരിയല്ല എന്ന് പരസ്യമായി പറയണം. അത് ഉദ്യോഗസ്ഥന്മാർക്കുള്ള സന്ദേശം കൂടിയായി മാറും. ആ നിലപാട് ഇന്നത്തെ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം. ഇന്നലെ ഒരു ഹൈക്കോടതിയിൽ വിധിയുണ്ടായി പാലത്തായി കേസിലെ പ്രതിക്ക് ജാമ്യം നൽകുകയും അദ്ദേഹത്തിന്റെ ശിക്ഷ മരവിപ്പിക്കുകയെല്ലാം ചെയ്തു. പ്രോസിക്യൂഷന്റെ ഒരു വീഴ്ചയായിട്ടാണോ സർക്കാർ CPM കാണുന്നത്? ആ കേസിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ കേസിൽ നേരത്തെ മുതൽക്ക് ചില ശരിയല്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ചില ആളുകളുണ്ട്. ആ സമീപനത്തിന് കുറച്ചൊരു അംഗീകാരം ആകുന്ന മട്ടിലായിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഇന്ന് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നവരിൽ ചില വിഭാഗക്കാരും ആ ഘട്ടത്തിൽ ഈ പറയുന്ന ശരിയല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു. വ്യക്തികളല്ല, പ്രസ്ഥാനങ്ങളെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അറിയില്ല. ഈ വെള്ളാപ്പള്ളി നടച്ചിട്ടുള്ള ഷംസീറിന്റെ ഒരു പ്രയോഗമുണ്ട്. കുറുക്കു വഴികളിലൂടെ കടന്നുകൊടുക്കുന്ന ആളാണ് ഷംസീറാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഇടത് നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള പരാമർശം ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടത്തുമ്പോൾ അത് ശരിയായ രീതിയാണ്. തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണ്. CPM-ലെ ഒരു നേതാവും കുറുക്കു വഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്.
മംഗലാപുരം അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് നിന്നൊക്കെ മാറ്റിയതായിട്ട് വന്നിട്ടുണ്ട്. അത് ഇന്നത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ തെറ്റായ നടപടിയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ കൂടി അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ശക്തമായി ഇടപെടണം. പാർലമെൻറ്റിൽ എംപിമാരും ശക്തമായി ഇടപെടുന്ന നിലയുണ്ടാകണം. നമ്മുടെ നാടിന് ഒന്നാകെ തന്നെ ഇതിൽ പ്രതിഷേധിക്കാനും പറ്റണം. അല്ല, റെയിൽവേയുടെ വരുമാനം കുറയുന്നു എന്ന് പറഞ്ഞ് പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള ദൂഢ നീക്കം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നോക്കണം. അതും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അത്തരം ആപത്തുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ വഖഫിന്റെ നിയമനമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ വീട്ടിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെന്താണ് വഖഫിന്റെ കാര്യം പലവട്ടം പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാതിരുന്നത്. വഖഫ് വിചിത്രമായ നിലപാടാണല്ലോ സർക്കാർ സ്വീകരിച്ചത്. ഒരു ന്യായീകരണവും അതിനില്ല. കാരണം വഖഫ് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു പെറ്റീഷൻ കോടതിയുടെ മുന്നിലുണ്ട്. അത് അക്കാര്യത്തിൽ ഗവൺമെൻറ് അങ്ങോട്ട് പോയി പറയുകയാണ്, ഞങ്ങൾ ഇത് പുനഃസംഘടിപ്പിക്കുന്നതിന് അനുകൂലമാണ്. അത് രണ്ടാളുകൾ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് വേണ്ടവരില്ലാത്തത് ശരിയല്ല, അവരെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് അങ്ങോട്ട് പറയാം. അത്തരമൊരു നിലപാട് എന്തിനാണ് എടുത്തത്? ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടി വന്നപ്പോൾ ആ 2 അമുസ്ലിങ്ങൾ വേണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാതെ പുനഃസംഘടിപ്പിക്കാനുണ്ടായി. മാത്രമല്ല, ആ നിയമത്തെ ചോദ്യം ചെയ്ത് അന്നത്തെ LDF സർക്കാർ സുപ്രീം കോടതിയിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലപാടിലല്ലേ നിൽക്കേണ്ടത്? വഖഫ് ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൻ്റെ കാലാവധി തീരുന്നതുവരെ ആ ബോർഡ് തുടരേണ്ടതാണ്. അതിനാവശ്യമായ സൗകര്യങ്ങളാണ് ഒരു സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത്. ഒരനുഭവം ഞാൻ പറയാം. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ വഖഫ് ബോർഡ് ഉണ്ടായിരുന്നു. ആ വഖഫ് ബോർഡ് UDF സർക്കാർ നിയമിച്ച വഖഫ് ബോർഡായിരുന്നു. ഞങ്ങൾ തുടരട്ടെ എന്നാണ് വെച്ചത്. അതിൻ്റെ കാലാവധി പൂർത്തിയായപ്പോഴാണ് പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാൻ ഉള്ള നടപടിയല്ലേ എടുക്കേണ്ടത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് കുറുക്ക് വഴി സ്വീകരിക്കുന്ന നിലയാണുണ്ടായത്. ഏതായാലും ഇപ്പോൾ ഒരു മാറ്റം UDF സർക്കാരിന് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം നാട്ടിലാകെയുള്ള ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെ കാത്തു നിൽക്കുകയാണെന്ന് പറയുന്ന നില വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ എന്താണ് ആദ്യം തോന്നാതിരുന്നത്? ഏത് തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് 2 അമുസ്ലിങ്ങളെ നിയമിച്ചുകൊണ്ട് ഇത് പുനഃസംഘടിപ്പിക്കാം എന്ന നിലപാട് UDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്? അപ്പോൾ ആ നിലപാടാണ് തിരുത്തേണ്ടത്. അതിനകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ശരിയല്ലാത്ത നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അവരാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ശക്തമായ നിലപാട് ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കാൻ ഗവൺമെൻറ് പൊതുവിൽ കഴിയണം, ഇത്തരം പാർട്ടികൾക്കും കഴിയണം. പീനാറ്റിക്കെതിരായുള്ള EDയുടെ അന്വേഷണം ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുറെ കുറിപ്പൊക്കെ പിടിച്ചെടുത്തു. വിദേശത്തേക്ക് പണം കടത്തി പ്രേമാന്വേഷണം വരുന്നു. റിയാദിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു. ഇതിനോടുള്ള ഒരു പ്രതികരണം എന്താണ്? പണ്ട് എനിക്കെതിരെ ഒരു CBI അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവതരിക്കുകയാണ് CBIയുടെ മുന്നിലേക്ക്. അയാൾ പറഞ്ഞു 96 കേട്ടോ, 1996 തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മനുഷ്യൻ കണ്ണൂർ വന്നിരുന്നു. അയാൾ കോടികൾ 2 3 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 2 കോടിയോ 3 കോടിയോ എനിക്ക് തന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ടാണ് തരുന്നത്? ഞാൻ വൈദ്യുതി മന്ത്രിയാകാൻ ഇടയുണ്ട് എന്നറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം
തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലേ ഗവൺമെൻറ് രൂപീകരിക്കുന്നുള്ളത് പറയാം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും, മന്ത്രിയായിട്ട് പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. ആ ധാരണയിൽ ഈ പറയുന്ന കോടി 2 or 3 എൻ്റെ കയ്യിൽ കൊണ്ടുതന്നതാണ് ഇയാളുടെ പരാതി. സ്വാഭാവികമായിട്ടും CBI അന്വേഷിക്കും. ഞാനും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഏത് അന്വേഷണമായാലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സഹകരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. CBIക്ക് പൂർണ്ണ ബോധ്യമാവുകയും ചെയ്തു. ഏത് പെറ്റീഷനല്ല, എൻ്റെ നിലപാടാണ് ശരിയെന്ന് CBIക്ക് ബോധ്യമായി. ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ പിന്നാലെ ചില ആൾക്കാർ ദീർഘകാലമായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിൽ പെടുത്താൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ശ്രമങ്ങൾ പല വഴിക്ക് തുടങ്ങും. ഇതിൽ നിർഭാഗ്യകരമായ ഒരു വശം, അന്വേഷണ ഏജൻസികൾ അവരുടെ മുന്നിൽ വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ മറ്റോ ഒരു തടസ്സവും ഞങ്ങളാരും പറയുന്നില്ല. അവർ കൃത്യമായ നിയതമായ നിയമ നടപടികൾക്കാണ് തയ്യാറാകേണ്ടത്. അതാണ് നമ്മുടെ നാട് രാജ്യവും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിക്ക് തുടങ്ങിയല്ല. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണവും അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മകളായതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ? ഇപ്പോൾ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരത്തെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. ഓണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനമായും പറയാനുള്ളത്. നമ്മുടെ ഓണാഘോഷം മലയാളികൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത്തവണയുള്ള പ്രധാന പ്രശ്നം വല്ലാത്ത ആശങ്ക വിലക്കയറ്റം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് കൊടുക്കുന്ന വിലയാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഓണക്കാലാവുമ്പോൾ ഓണം അടുത്ത് വരുമ്പോഴേക്ക് തന്നെ ഫലപ്രദമായ നടപടികൾ വില പിടിച്ചു നിർത്തുന്നതിന് സർക്കാർ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഫലപ്രദമായൊരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. അരി, പഞ്ചസാര, പച്ചക്കറി, വെളിച്ചെണ്ണ, പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കാകെ വില അനുദിനം വർദ്ധിക്കുന്ന രീതിയാണ്. അരിക്ക് കിലോവിന് 15 രൂപയിലേറെ വർധനമുണ്ടായിട്ടുണ്ട്. പച്ചക്കറിക്കും പഴങ്ങൾക്കെല്ലാം ദിനം പ്രതി വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് വിപണി ഇടപെടലിന്
പ്രത്യേക സംവിധാനങ്ങളുണ്ടായിരുന്നു. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ തയ്യാറാക്കി. എല്ലാവർക്കും അറിയാം, 2016 മുതൽ 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ വില വർദ്ധിപ്പിച്ചില്ല. 10ാം വർഷം അവസാനമാണ് സബ്സിഡി നിരക്കിൽ നാമമാത്രമായ വർധനവ് വരുത്തി. അരിയും പലവ്യഞ്ജനങ്ങളുമൊക്കെ നല്ല തോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അവിടെ പോയി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന നിലയാണ് നാം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാനായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ ഭരണമാറ്റം സംഭവിച്ചു. ഇപ്പോൾ സപ്ലൈകോ, റേഷൻ കട ഇവ വഴിയുള്ള വിപണി ഇടപെടൽ തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. റേഷൻ കടകൾ വഴി ഇതര വിഭാഗങ്ങൾക്ക്, മുൻഗണനാ ഇതര വിഭാഗങ്ങൾക്ക് നൽകിയിരുന്ന സ്പെഷ്യൽ അരിയുടെ വില നേരത്തെ 10 രൂപ 90 പൈസയായിരുന്നുവെങ്കിൽ 26 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുക. മാത്രമല്ല അളവും വെട്ടിക്കുറച്ചിരിക്കുന്നു. ഗുണനിലവാരം കുറഞ്ഞ അരിയാണ് നൽകുന്നതെന്ന പരാതിയും അതോടൊപ്പമുണ്ട്. പൊതുവിപണിയിലാണെങ്കിൽ അരിവില വലിയ തോതിൽ വർദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ നേരത്തെ ചെയ്തിരുന്നത് ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കും. അത് വിതരണം ചെയ്യുന്നത് വലിയ ആശ്വാസമായിരുന്നു. അതിപ്പോൾ നിലച്ചു. അത് വില പിടിച്ചു നിർത്തുന്നതിന് ഒരു സംവിധാനവും ഇല്ലാതാക്കുന്ന നിലയാണ് വന്നത്. ഓണക്കാലത്തെങ്കിലും സർക്കാർ കാര്യക്ഷമമായി ഇടപെടും എന്ന പ്രതീക്ഷയാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതും ഇപ്പോൾ തെറ്റിയിരിക്കുക. മുൻഗണനാ വിഭാഗങ്ങൾക്ക് ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് നൽകി വരുന്ന സൗജന്യ ഓണക്കിറ്റ് വിതരണം അതും താളം തെറ്റി. 6 ലക്ഷത്തിലേറെ കിറ്റുകളാണ് സംസ്ഥാനത്തിങ്ങനെ വിതരണം ചെയ്തിരുന്നത്. അവിടെ ഇപ്പോൾ കേൾക്കുന്നത് 1/2 ലക്ഷത്തിൽ പരം മാത്രമാണ് ഇതുവരെ നൽകിയത് എന്നാണ്. ഇത്തവണ ഇത് ഗണ്യമായി കുറക്കുവാൻ രഹസ്യ നീക്കം നടക്കുന്നുവെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം വരെ ഓണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണക്കിറ്റ് വിതരണം ചെയ്ത് പൂർത്തിയാകുമായിരുന്നു. അത് നമ്മുടെ ഗുണഭോക്താക്കളുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. റേഷൻ കട വഴി നൽകുന്ന അരി, അതിൽ സ്പെഷ്യൽ അരി പലയിടത്തും എത്തിയില്ല എന്ന പരാതിയും നിലനിൽക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നൽകിയിരുന്ന
ആനുകൂല്യം 16 ലക്ഷം വീട്ടമ്മമാർക്കാണ് ലഭിച്ചിരുന്നത്. അതിനിയും വർദ്ധിക്കുന്നതാണ്. പക്ഷേ ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതോടെ 16 ലക്ഷം പേർക്ക് കിട്ടിയത് കിട്ടാതായി. പുറമെ അപേക്ഷിക്കേണ്ടവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നു. സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി ഓണക്കാലത്ത് നൽകാറുണ്ടായിരുന്നു. ഇത് 4 കുറച്ചു. അത് വിതരണവും മുടങ്ങി. ഇന്നലെ ഓണാവധി ആരംഭിച്ചു, സ്കൂളുകൾ അടച്ചു.